ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു കോളർ നെക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. സാധാ പോലത്തെ കോളറല്ല, ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു പീസ് ക്ലോത്തിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ചുരിദാറിൻ്റെ അളവെടുത്താൽ മതി, ആ ഒരു ക്ലോത്ത് എടുത്ത് ഇത് യൂസ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഈ നെക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആദ്യമേ നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ക്ലിയർ ചെയ്ത് മുകൾ ഭാഗം വരയ്ക്കുന്നു. അവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് അളവുകാരിയാണെങ്കിലും ഇങ്ങനെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ചെയ്ത് കൊടുത്തടുത്ത് നിന്ന് നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് കൂടെ കൂടുതൽ എടുക്കുക. അവനവൻ്റെ അളവ് എടുക്കണേ. അപ്പം നമ്മളുടെ ടോട്ടൽ ഷോൾഡർ 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ മാർക്ക് ചെയ്തതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ നെക്കിനായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഏതളവാണോ മാർക്ക് ചെയ്യുക അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് 2 പോയിൻറ്റ് താഴേക്ക് മാർക്ക് ചെയ്യുക. 1 ഇഞ്ചും 2 പോയിൻറ്റും നമ്മൾ ഈ പോയിൻറ്റിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നെക്കിൻ്റെ ഭാഗത്താണ് 5 ഇഞ്ചും 2 പോയിൻറ്റുമാണ് 2 പോയിൻറ്റ്. 5 ഇഞ്ച് 2 പോയിൻ്റാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നെക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് 5 ഇഞ്ച്, അതായത് ആ 2 പോയിൻറ്റ് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ 2 പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ ഇതുവഴിയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ തയ്യൽ തുമ്പാണ് ഇപ്പുറം ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 2 പോയിൻറ്റ് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അത് ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ അകത്ത് വരച്ചിരിക്കുന്നതാണ്, സീം അലവൻസിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അതുവഴി നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഈ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്ക് അവനവൻ്റെ അളവിൽ നമ്മളിപ്പോൾ ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ചോളം ആം ഹോൾ കൊടുക്കാം. അതുപോലെ 9 ഇഞ്ച് 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 9 ഇഞ്ച്, പിന്നെ 2 ഇഞ്ച് സീം അലവൻസ്. ഈ ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ അളവാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു നെക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നല്ല രസമുള്ളൊരു നെക്കാണ്. അപ്പം നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് നെക്കിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ അകത്ത് വരച്ചിരിക്കുന്ന ആ പോയിൻ്റ് വഴി ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. ആ സൈഡിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾക്ക് ഈ പുറവശത്ത് ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരാൻ വേണ്ടിയുള്ളതാണ്. അവിടേക്ക് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. ബാക്കി ഭാഗങ്ങളെല്ലാം ഇതുപോലെ ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യത്യാസവും. നെക്കിന് മാത്രം ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ 1 ഇഞ്ചും 2 പോയിൻറ്റും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ നെക്കിനൊരു ചെറിയ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നെക്കിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കേണ്ടത്. ഇങ്ങനെ ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ ഈ ബാക്ക് പോർഷനെ നമുക്ക് ഇതുപോലെ 2 ആക്കി എടുക്കാവേ. നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റ് സെൻറ്ററിലൂടെ. ഇനി നമ്മൾ ഈ ബാക്ക് പോർഷനിലാണ് ഹുക്കും ഹോളും വെച്ച് കൊടുക്കുന്നത്. ഇത് സിബ് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ. നമ്മളിപ്പോൾ ഹുക്കും ഹോളുമാണ് വയ്ക്കുന്നത്. 2 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തതിന് ശേഷം അതിനെ നമ്മൾ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് 1 ഇഞ്ചോളം വിടുത്താക്കുന്നുണ്ട്. എന്നിട്ട് ഈ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്താണ് ഈ സൈഡ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോഴത്തെ നമ്മൾ ഹോള് വെച്ച് കൊടുക്കുന്നതിൻ്റെ റോങ് സൈഡിലേക്കാണ് സ്ട്രിപ്പ് വെച്ച് കൊടുക്കേണ്ടത്. എങ്കിൽ അത് നമ്മൾ 2 ഇഞ്ചാണ് സ്ട്രിപ്പിന് കൊടുക്കുന്നത്. സ്ട്രിപ്പിൻ്റെ നല്ല വശം നമ്മളുടെ ഈ പീസിൻ്റെ റോങ് സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണേ. ഒരു സൈഡ് ചെറുതായിട്ട് നമ്മളൊന്ന് അടിച്ചും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഹുക്കും ഹോളും വെക്കുന്നത് നമ്മൾ സാരി ബ്ലൗസിന് എങ്ങനെ വെച്ച് കൊടുക്കുന്നോ അത് ഓർത്താൽ മതി. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഈ ഭാഗം ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ അകത്തേക്ക് വെച്ച് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടും. ബാക്കി ഹോളിൻ്റെ ഭാഗവും നമുക്ക്
ഹോളിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. സാരി ബ്ലൗസിന് എങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നു അതുപോലെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഹുക്കും ഹോളും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബാലൻസ് നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനൂടെ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഷോൾഡർ ഭാഗങ്ങൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്തോണേ. ഇനി നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് എടുത്തു. ഇനി ഇവിടങ്ങൾ തമ്മിൽ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഹോളിനായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്ന പോർഷൻ ഇങ്ങോട്ട് തള്ളി വെച്ചിട്ട് നീട്ടി വെച്ചതിന് ശേഷം വേണം ബാക്കി ഭാഗങ്ങളാണ് ഒരുമിച്ച് വരേണ്ടത്. അതായത് ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ഒരുപോലെയാണോ എന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ആ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ തമ്മിൽ അപ്പോൾ ഈ ഭാഗം ഇതുപോലെ നീണ്ടു കിട്ടും. ആ ഒരു മെത്തേഡ് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ ഒരുപോലെ വന്നു. അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേന് ഇവിടെ ഇങ്ങനെ ഒരു കുറച്ചിങ്ങനെ നിൽക്കുന്നത് പോലെ തോന്നും. ആ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് അളവെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളൊരു സ്ക്വയറാണ് എടുത്തിരിക്കുന്നത്. കോർണർ ടു കോർണർ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഫ്രണ്ട് പോർഷൻ ഈ ക്ലോത്തിന് കുറച്ച് നീളം വേണം. മിച്ചം ഇങ്ങോട്ട് നീണ്ടു കിടക്കണം. ബാക്കി ഭാഗങ്ങൾ ഈ ഭാഗത്ത് അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഭാഗവും ഇവിടവും നമുക്ക് എവിടെ വേണമെന്നുള്ളത് മാർക്ക് ചെയ്യുന്നു. ഭാഗത്തുനിന്ന് നമ്മൾ ഒരു 1.25 ഇഞ്ച് വിടുത്തും ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ചും ഇവിടെ നമ്മൾ ഒരു 1.25 ഇഞ്ചും വീതി ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ താഴത്തെ പീസ് കോർണർ ടു കോർണർ തന്നെ വെക്കണേ, എങ്കിൽ മാത്രമേ നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിനെ ഇങ്ങനെ നീട്ടിയതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് ഈ വളവ് ഇങ്ങനെ ഉള്ളിടത്ത് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചോളം നമ്മളിങ്ങനെ കൊടുക്കുന്നു. ഈ ഭാഗം ഇതുപോലെ നമ്മൾ നീട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ക്ലോത്ത് ഇട്ടേക്കണേ. അവിടെ നമുക്ക് കുറച്ച് ഏറെ വേണ്ടത് അതുകൊണ്ടാണ്. ബാക്കി ഭാഗത്തെ അളവുകളെല്ലാം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഇതിനെ ചേർത്ത് തന്നെ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് മെത്തേഡിലുള്ള ഒരു കോളറാണ്. തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ ഇതുപോലത്തെ ഈ പീസിലേക്ക് നമ്മളുടെ ഇൻ്റർഫേസിങ് അറ്റാച്ച് ചെയ്തെടുത്തു. അതേ സെയിം അളവിൽ വേറൊരു പീസും കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതുപോലെ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പീസിലേക്ക് നമ്മൾ ഇൻ്റർഫേസിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഇങ്ങനെ കുഴിവുള്ള ആ ഭാഗമാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്ത പോർഷനും ചെയ്തെടുക്കേണ്ടത്, അടുത്ത പീസും ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിനെ ഇങ്ങനെ നമ്മൾ തിരിച്ച് നല്ല നീറ്റാക്കിയിട്ട് ഇതുപോലെ എടുത്ത് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണേ. അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഭാഗം ഇൻ്റർഫേസിങ് വെച്ചിരിക്കുന്നതിൻ്റെ ഈ സൈഡിൽ നമ്മൾ ഒരല്പം ബാലൻസ് ഇട്ടിട്ടുണ്ട് ക്ലോത്ത്. ആ ക്ലോത്ത് ഇതിലേക്ക് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തു. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ച് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല 2 പീസസാണ് നമ്മളിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെയുണ്ട് നമ്മൾക്ക് ആദ്യമേ കട്ട് ചെയ്തപ്പോൾ വരച്ച് കൊടുത്ത ആ പോർഷൻ തമ്മിൽ ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ അകത്തെ ഭാഗം മാത്രം എടുത്ത് ഇതുപോലെ നമ്മൾ പിൻ കുത്തി കൊടുത്ത് ഈ സൈഡുകൾ തമ്മിൽ നന്നായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഈ ഭാഗങ്ങൾ തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അകത്തെ ഭാഗങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തെ 2 പീസസിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് ചീത്ത വശത്തിലേക്ക് നമ്മുടെ ഈ സ്ട്രിപ്പിൻ്റെ ഈ ഒരു ഇൻ്റർഫേസിങ് വെക്കാത്ത ഭാഗത്തെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. അതിനുശേഷം നല്ല വശത്തിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്.
എന്നിട്ട് പുറം ഭാഗത്ത് നമ്മൾ ഹുക്കൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പം വളരെ ഭംഗിയുള്ള ഒരു കോളർ നെക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.